അപ്പോൾ ഗൈസ് ഞങ്ങളെല്ലാവരും കൂടി ഇതൊന്ന് കൊച്ചിയിലേക്ക് പോകാൻ കേട്ടോ. കൊച്ചിയിൽ പോയിട്ട് കുറച്ച് ആവശ്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്നൊരു ഉച്ചക്കായപ്പോൾ ഇറങ്ങി കേട്ടോ. വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 4.5 മണിക്കൂറൊക്കെ ഉണ്ട് കേട്ടോ കൊച്ചിയിലേക്ക്. പിന്നെ ട്രാഫിക്കൊക്കെ വന്നാൽ അതിലേറെ ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് ബ്ലോക്കൊക്കെ കിട്ടി. കാരണം ശനിയാഴ്ച ആയിട്ട് ഞങ്ങൾ പോയത്. ശനിയാഴ്ച ഒരു ഉച്ചയ്ക്കൊക്കെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു 6:45 ടൈമായി. അതിനിടയിൽ നമ്മൾ ഇറങ്ങുകയൊക്കെ ചെയ്തിരുന്നു കേട്ടോ. ചായ കുടിക്കാനും മറ്റൊക്കെ ആയിട്ട് ഇറങ്ങുകയൊക്കെ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു 6:45 കൊച്ചി എത്തി കേട്ടോ. അപ്പോൾ കൊച്ചിയിലെത്തിഞ്ഞ് ഇവിടെ നിന്ന് ഹസ്ബൻഡിൻ്റെ ഓഫീസ് ഇവിടെ കേട്ടോ. അപ്പോൾ ആളെയും കൂടി പിക്ക് ചെയ്തിട്ട് വേണം നമ്മൾ റൂമിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ അതവിടെ എത്തി. അധികം കൊച്ചിയിലേക്ക് വരുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടക്കാറില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ ആയിട്ട് അതിലെ ഒരു തടസ്സങ്ങളുണ്ടായിരിക്കും കേട്ടോ. പക്ഷേ ഇന്ന് നാളെയും ഇവിടെ കൊച്ചിയിലുണ്ടായിരിക്കും കേട്ടോ. സൺഡേ സാറ്റർഡേ ഒക്കെ ഉണ്ടായിരിക്കും. ആ കാണുന്നതാണ് കേട്ടോ ഓഫീസ് വരുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് ആളെ പിക്ക് ചെയ്തതിന് ശേഷം വേണം നമുക്ക് റൂമിലേക്ക് പോകാൻ കേട്ടോ. റൂമിലേക്ക് പോയിട്ട് നമുക്ക് പിന്നെ ടൗണിലേക്ക് തിരിച്ചേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇറങ്ങി നമ്മൾ റൂമിലൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഫുഡൊക്കെ കഴിക്കാൻ കയറിയതാണ്. ഇവിടെ ഫുഡ് കഴിക്കാൻ കയറിയ റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഞാൻ സത്യം മറന്നുപോയി. നമ്മുടെ ലുലുമാൾ എടപ്പള്ളിയുടെ ലുലുമാൾ അടുത്തുള്ളൊരു ഷോപ്പാണ് കേട്ടത്. അപ്പോൾ അവിടെ നല്ല പുട്ടും ബീഫും ഉണ്ട് കേട്ടോ. പുട്ടും ബീഫും അതുപോലെ തന്നെ പൊറോട്ട, ചില്ലി ചിക്കൻ, ഇതൊക്കെ നല്ല ടേസ്റ്റ് ചെയ്യുന്നു. പുട്ടും ബീഫും അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇവിടെ ഈ പുട്ടിൻ്റെ കൂടെ നാരങ്ങച്ചാറ് തന്നു. അതെന്തിനാണെന്ന് മനസ്സിലായില്ല. സാധാരണ നമുക്കൊന്ന് പുട്ടിൻ്റെ ഇടയിലൊരു അച്ചാർ അങ്ങനെ ഒരു കോമ്പിനേഷനിലല്ലേ. ഇവിടെ പുട്ടും പപ്പടവും ബീഫും പിന്നെ കുറച്ച് സവാള അച്ചാറും ആയിരുന്നു കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. എല്ലാവരും നന്നായിട്ട് കഴിച്ചു കേട്ടോ. പിന്നെ അതാ പിറ്റേ ദിവസമായിട്ട് അതിൻ്റെ ഇടയിലൊന്നും ഒരുപാടൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റില്ല. ഞാൻ ഇപ്രാവശ്യമെങ്കിലും കൊച്ചിയിൽ പോകുന്ന വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ അതിനും പറ്റിയില്ല. ഓരോരോ കാരണങ്ങളും കൊണ്ട് അതിനും പറ്റില്ല കേട്ടോ. പിന്നെ അതാ പിറ്റേ ദിവസം നമ്മൾ അത്യാവശ്യം അവിടെയൊക്കെ കറങ്ങി ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. അതൊക്കെ എന്താണെന്ന് വഴിയെ പറയാം കേട്ടോ. അപ്പോൾ മെയിൻ അതേ ഉദ്ദേശത്തിലാണ് പോയത്. അപ്പോൾ അവിടെയൊക്കെ പോയി ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് അന്നത്തെ പകലൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ അധികം ഒരുപാട് സ്ഥലങ്ങൾ ചുറ്റി ഞങ്ങൾക്ക് ചെറിയ ഷോപ്പിലൊക്കെ കയറാണ്ടായിരുന്നു കേട്ടോ. ഒരാവശ്യത്തിന് കയറാണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഷോപ്പിലും കാര്യങ്ങളൊക്കെ കയറി. പക്ഷേ സൺഡേ ആയതുകൊണ്ട് ഞങ്ങളവിടെ ചെന്നപ്പോൾ അവിടുത്തെ അങ്ങനത്തെ ഒരുവിധം ഷോപ്പൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ. ബ്രോഡ്വേയിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുവിധം ഷോപ്പൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. പക്ഷേ നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള ഒരു കടയിൽ കയറി. ഇനിയും പോകണം കേട്ടോ. അപ്പോൾ ഇനിയും പോകണം. അപ്പോൾ പിന്നെ തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മളിതാ ഫുഡ് കഴിക്കാൻ കയറിയത് കേട്ടോ. അപ്പോൾ പകലത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഒന്നാമത് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കംപ്ലീറ്റ് അതിനായിട്ട് സ്പെൻഡ് ചെയ്തു. അപ്പോൾ ടൈം കിട്ടിയില്ല. വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ടൈം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇനി ഞാൻ പോകുമ്പോൾ എന്തായാലും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. ഏതാണെന്നൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ അച്ഛൻ ഒരു ഫുഡ് കഴിക്കുന്നൊരു വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇത് അച്ഛൻ എടുത്ത വീഡിയോ ആണ്. ഡീറ്റെയിലായിട്ട് ഫുൾ റൗണ്ട് കറങ്ങി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അൽഫാം മന്തി ആട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും മന്തിയൊക്കെ കഴിച്ചു. നല്ല മന്തി ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റുള്ള മന്തിയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ തിരിച്ചു പോകും.